ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു പോരാളിന്റെ കഥയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ, മിറാക്കിൾ ഓഫ് ഇസ്താംബുൾ. ലിവർപൂൾ ഫസ്റ്റ് ഹാഫിൽ 3 ഗോളിന് ഡൗൺ, ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ടീമായ AC മിലാന്റെ എതിരെ. സെക്കൻഡ് ഹാഫിൽ ലിവർപൂൾ ഒരു കംബാക്ക് നടത്തി, 3-3 പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ലിവർപൂൾ ജയിക്കുന്നുണ്ട്. അതിന്റെ ഒരു തന്ത്രശാലി സ്റ്റീഫൻ ജെറാർഡ്, ലോകം കണ്ടയിലെ ഏറ്റവും മികച്ച ഹോൾഡിംഗ് മിഡ്ഫീൽഡർ, ലോങ് റേഞ്ച് ഷൂട്ടിന്റെയും ലോങ് ബോൾ പാസിന്റെയും മാസ്റ്റർ. മിറാക്കിൾ ഓഫ് ഇസ്താംബൂളിന് ശേഷം സ്റ്റീഫൻ ജെറാർഡിനെ ലോകത്തിലെ എല്ലാ വമ്പൻ ക്ലബ്ബുകളും നോട്ട് ഔട്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ടീമായ AC മിലാൻ ആ ഫൈനലിന് ശേഷം സ്റ്റീഫൻ ജെറാർഡിനെ വിളിച്ചു. അയാളോട് ഇങ്ങനെയാണ് പറഞ്ഞത്: നീ ഞങ്ങളുടെ ടീമിൽ പോരെ, നിനക്കുള്ള ഇൻഡിവിജ്വൽ അവാർഡും ടീം അവാർഡും ഏറ്റവും കൂടുതൽ ഞങ്ങൾ നൽകാമെന്ന്. അന്ന് ആ ടീമിൽ കളിക്കുന്നത് മാൽഡീനിയും നെസ്റ്റയും ഗട്ടൂസോയും, ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാർ കളിക്കുന്ന ഒരു ടീമാണ് AC മിലാൻ. അന്ന് സ്റ്റീഫൻ ജെറാർഡിന്റെ ഒരു മറുപടി ഉണ്ടായിരുന്നു: എനിക്ക് ഇത്രയും വലിയ കളിക്കാരോടെ വന്നുള്ള ഇൻഡിവിജ്വൽ അവാർഡുകൾ വേണ്ട, ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് എൻ്റെ ടീമിന് സ്വന്തമായിട്ട് കൊടുക്കുന്ന അവാർഡുകൾ എനിക്ക് മതിയെന്ന്. അതാണ് സ്റ്റീഫൻ ജെറാർഡ്, ഇന്ന് ലോകം കണ്ടതിലെ ഏറ്റവും ബെസ്റ്റ് മിഡ്ഫീൽഡർ. അയാൾ ഒരു വാക്കേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ: ലിവർപൂൾ വിടുവാണെങ്കിൽ ഞാൻ ലിവർപൂളിനെതിരെ ഇനി കളിക്കാനില്ല. ലോകത്തിലെ അപൂർവം പ്ലേയേഴ്സുള്ളൂ ഇങ്ങനെയുള്ളൂ. അയാൾ 9-ാം വയസ്സിൽ ലിവർപൂളിന് വേണ്ടി അരങ്ങേറ്റം കുറിച്ചാണ്. അന്ന് ലിവർപൂൾ ആരാധകർ പറഞ്ഞു: നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കളിക്കാരെ കൊണ്ടുവരാം, നിങ്ങൾക്ക് ലോകത്തിലെ എന്തും ലിവർപൂളുകാർക്ക് വാങ്ങാൻ കഴിയും, പക്ഷേ ലിവർപൂളിന്റെ ചരിത്രം ഒരിക്കലും വാങ്ങാൻ കഴിയില്ല. അതായിരുന്നു സ്റ്റീഫൻ ജെറാർഡ്.